ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അട്ടപ്പാടിയിലാണ് കേട്ടോ നമ്മളുള്ളത്. നമ്മൾ വെള്ളിയാഴ്ച സ്കൂളൊക്കെ പൂട്ടിയിട്ട് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഞായറാഴ്ച വൈകുന്നേരത്താണ് കേട്ടോ തിരിച്ചു പോണത്. കാരണം തിങ്കളാഴ്ച നബിദിനം കാര്യങ്ങളൊക്കെ ആണല്ലോ, അപ്പോൾ നമുക്ക് അവിടെ എത്തണം. അപ്പോൾ അതിന് മുന്നേ നമ്മൾ അട്ടപ്പാടി ജസ്റ്റ് ഒന്ന് രാത്രി കറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഫസ്റ്റ് ഉണ്ട് എളാപ്പാൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ പോയി ചായയും സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിച്ച് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒമ്മല എത്തുന്നതിന് മുന്നേ തന്നെ ഒരു ചെറിയൊരു ഇടവഴി ഉണ്ട് കേട്ടോ. അതിലൂടെ നമുക്ക് ഒരു എന്താ പറയുക കാടൊക്കെ ആണ്, വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ചില സ്ഥലത്തൊന്നും വീടും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ആ ഒരു വഴിയിൽ കൂടെ നമ്മൾ കണ്ടിയൂരിലേക്കാണ് പോണത്. അവിടുന്ന് പിന്നെ നമുക്ക് നേരെ താവളത്തേക്കും വഴിയുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ളൊരു പ്ലാനാണ് കേട്ടോ. അപ്പോൾ രാത്രി നമ്മൾ ഇതേപോലെ ഇങ്ങനെ പോയിട്ടില്ല. ഫൈസിക്കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പേടിയാവാൻ തുടങ്ങി. ഇപ്പച്ചി ആന വരുന്നു വണ്ടി നിർത്തുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ആൾക്കിങ്ങനെ രാത്രിയൊക്കെ പോകുന്നത് ഭയങ്കര പേടിയാണ് കേട്ടോ. എന്നിട്ട് ഞങ്ങളിതാ തിരിക്കാൻ സ്ഥലമില്ല എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമായിരുന്നു കേട്ടോ. നല്ല തണുപ്പും കാറ്റും കാര്യങ്ങളൊക്കെ ആണ്. പറഞ്ഞാൽ പകല് പോവാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. ഇവിടുന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനൊക്കെ നല്ല വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. പക്ഷേ മിസ്സായിപ്പോയി, പകല് പോകാൻ പറ്റിയില്ല കേട്ടോ. എനിക്ക് എന്നെ കുറേ വിളിച്ചതാണ് പോകാൻ പറഞ്ഞിട്ട്. പക്ഷേ എനിക്ക് മടിയായിട്ട് ഞാൻ അങ്ങനെ കിടന്നുറങ്ങി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഉത്രാടം ഡേ ആണ്, നാളെയാണല്ലോ തിരുവോണം. അപ്പോൾ നമ്മൾ നാളെ തിരിച്ചു പോകും. അതുകൊണ്ട് തന്നെ ഇന്ന് ചെറുതായിട്ടൊരു സദ്യയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സദ്യ എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും ഒരു ഒപ്പിക്കൽ സദ്യ അങ്ങനെ പറയാം കേട്ടോ. പിന്നെ നമ്മുടെ കളവല സ്കൂളിൽ ഓണപരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മക്കളൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ ഒറ്റയ്ക്കെല്ലാം കൂടെ ഉണ്ടാക്കിയിട്ട് ആകെ ചടച്ചു കേട്ടോ. എല്ലാം ഒന്നും ഉണ്ടാക്കിയില്ല. സാമ്പാർ ഉണ്ടാക്കി, പിന്നെ അവിയലുണ്ടാക്കി, പിന്നെ 2 ഉപ്പേരിയും അച്ചാറും പപ്പടും പായസം, ഇതൊക്കെ തന്നെയാണ് കേട്ടോ നമ്മുടെ സദ്യ. സത്യം പറഞ്ഞാൽ നമ്മുടെ സദ്യയിൽ ഉണ്ടാക്കുന്ന പല സാധനങ്ങളും എനിക്ക് എങ്ങനെ ഉണ്ടാക്കണ്ടെന്ന് പോലും അറിയില്ല. ഞാൻ ഇതുവരെ കഴിച്ചിട്ടുമില്ല കേട്ടോ. കാളൻ, ഓലൻ അതൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഞാൻ ഇതുവരെ കഴിച്ചിട്ടും കൂടി ഇല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. അതുകൊണ്ട് തന്നെ ഉണ്ടാക്കിയില്ലല്ലോ, എല്ലാം ഒന്നും ഉണ്ടാക്കിയില്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഉണ്ടാക്കി അതൊക്കെ കഴിച്ചൊരു മന്ദപ്പിലാണ് കടന്നുറങ്ങിയിട്ട്. എന്നിട്ട് നീക്കുന്നത് ഒരു 6:00-ക്കാണ്. എന്നിട്ട് ഇപ്പം പറഞ്ഞു നമുക്ക് റൈഡിന് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഇപ്പാനെയും കൂട്ടിയിട്ട് അങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ ഇപ്പം വരുന്നില്ല എന്നൊക്കെ കുറേ പറഞ്ഞു. പിന്നെ എന്താ പറയുക, മക്കൾ പിടിച്ച് വലിച്ച് ഇപ്പോൾ വാ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ച് കൊണ്ടുവന്നു. അങ്ങനെ അവിടെയൊക്കെ കറങ്ങിയിട്ട് നമുക്ക് തിരിച്ചു വരുമ്പോൾ ഫുഡും കൂടി കഴിച്ചിട്ട് വരാം എന്നുള്ളൊരു പ്ലാനിലാണ് കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വഴിയൊക്കെ കണ്ടോ, ഇതിലൂടെ ഉണ്ടല്ലോ പകലൊക്കെ നമുക്ക് ബുള്ളറ്റിലൊക്കെ വരാനായിരിക്കും കേട്ടോ ഒന്നും കൂടി നല്ലത്. കുണ്ടും കുഴിയൊക്കെ ഉള്ള വഴിയാണ്. പിന്നെ ഇതേ കുഞ്ഞു കുഞ്ഞു ലൈറ്റും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടോ, അതൊക്കെ വീടുകളാണ് കേട്ടോ. ഇവിടുന്ന് നോക്കുമ്പോൾ ചെറുതായിട്ടാണ് കാണുന്നത്. പക്ഷേ കുറേ അപ്പുറത്ത് നമ്മൾ അഗളി, താവളം ആ ഒരു സിറ്റിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അവിടുന്ന് കാണുന്നത്. ഈ ഒരു വഴിയിൽ കൂടെ രാത്രി വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്കെൻ്റെ പേടിയാവുന്നുണ്ട്. ഒരു പ്രേതം വരുമോ എന്നുള്ളൊരു ഫീലൊക്കെ ഉണ്ടല്ലേ. നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മുടെ ഫൈസിക്കുട്ടി ഉണ്ടല്ലോ കൈകൂപ്പി നിർത്തിപ്പച്ചിയെ തിരിച്ചു പോവാം, ആന വരും പുലി വരും എന്നൊക്കെ പറഞ്ഞ് പേടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ല പേടി ഉണ്ടായിരുന്നു. പേടി ഉണ്ടാവുമെന്നല്ല, മീൻസ് വീടുകളും കാര്യങ്ങളൊന്നും ഇവിടെ അധികം ഇല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഫൈസിക്കുട്ടിക്ക് പറയണുണ്ടോ വണ്ടി ഒന്ന് നിർത്തിപ്പച്ചിയെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫൈസിക്ക് എന്തെങ്കിലും സ്നാക്സ് ആയിട്ട് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് പേടിയും കാര്യങ്ങളൊക്കെ പോവുമല്ലോ. അപ്പോൾ അടുത്തൊരു കട കാണുമ്പോൾ നിർത്താതെ പറഞ്ഞിട്ട് നമ്മൾ പോവാണ്. അങ്ങനെ നമ്മളിതാ കണ്ടിയൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരു ചെറിയൊരു കടയുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് നമ്മളിതാ ഫൈസിക്കുട്ടിക്ക് സ്ഥിരം വാങ്ങുന്ന ഒരു കേക്ക് ഉണ്ട് കേട്ടോ. നമ്മുടെ 5 രൂപ എന്ന് തോന്നുന്നുണ്ട് കേക്കിന്. വെറൈറ്റി ടേസ്റ്റ് ആയിട്ടുള്ള കേക്ക് ഉണ്ട്. അതിനുള്ളിൽ കുറേ ഫില്ലിങ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഒരു 5 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ബോൾ മിഠായി വാങ്ങിച്ചു. അപ്പോൾ ആളുടെ പേടിയും കാര്യങ്ങളൊക്കെ കുറച്ച് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങിയതാണ് നമ്മൾ പിന്നെയും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ചും കൂടി ഉള്ളൂ കേട്ടോ വഴി പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ എത്തിയിട്ട് വേണം നമുക്ക് ഫുഡ് കഴിക്കാൻ. എനിക്ക് വിശക്കണോ ഫുഡ് കഴിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഫൈസിക്കുട്ടി. ഫാദക്കുട്ടി പിന്നെ അങ്ങനത്തെ പേടിയും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അവൾ സൈലൻ്റ് ആയിട്ട് എവിടെയെങ്കിലും മൂടി പൊളിച്ചിരിക്കും. അപ്പോൾ അവൾ മിണ്ടാണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കണ്ടിയൂർ കഴിഞ്ഞ് കുറച്ചും കൂടി പോന്നിട്ട് ഇതേപോലെ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിർത്തിയിട്ട് നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. വലിയ ക്ലാരിറ്റി ഒന്നുമില്ല, കാരണം രാത്രിയല്ലേ, എവിടെയും വെളിച്ചമൊന്നുമില്ലല്ലോ. കാറിൻ്റെ ഒരു ലൈറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഓരോ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു തരികയാണ്. അത് അവിടെയൊക്കെ വീടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു തരികയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്ഥലത്തൊക്കെ പകൽ പോകണമായിരുന്നു കേട്ടോ. രാത്രി പോയത് വലിയൊരു അബദ്ധമായി പോയി. പക്ഷേ നൈറ്റ് പോകുന്നതും വേറൊരു ഫീൽ തന്നെയാണ് അല്ലേ. അതായത് ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയുക, ട്രാഫിക്കും അതുപോലെ തന്നെ വണ്ടികളുടെ വെയിലിൻ്റെ ചൂട്, പൊടി അതൊന്നും ഇല്ലാതെ ഒരു കൂളായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നത് നൈറ്റ് തന്നെയാണ്. പക്ഷെ എന്താ പറയുക, ഇങ്ങനെ നമുക്ക് ആ ഒരു മെമ്മറീസും കാര്യങ്ങളൊക്കെ
നമുക്ക് എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോസ് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ ഇതിൽ കുറച്ച് ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു ലൈറ്റും കാണാൻ അതൊക്കെ കുറേ ദൂരത്തുള്ള വീടുകളാണ് കേട്ടോ കാണുന്നത്. പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓരോ വണ്ടികളൊക്കെ വരുന്നുള്ളൂ. ഫൈസിക്കുട്ടി പറയും എന്താ അമ്മച്ചിയെ ഇതിനെ എപ്പോഴും ബസ്സൊന്നും വരാത്തത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതായത് എപ്പോഴെങ്കിലൊക്കെ ഓരോ വണ്ടി ഓട്ടോറിക്ഷയും ബൈക്കും കാര്യങ്ങളൊക്കെ വരുന്നതേ ഉള്ളൂ. അധികം വണ്ടികളും കാര്യങ്ങളൊന്നും പോകുന്നില്ല. കാരണം ഇതൊരു എന്താ പറയുക ഇടവഴിയല്ല, ഒരു ശരിക്കും പറഞ്ഞാൽ താവളത്തേക്ക് പോകാൻ വേറെ വഴിയുണ്ട്. ഇതൊരു അഡ്ജസ്റ്റ്മെൻറ്റ് വഴിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം ഇത് കൂടെ ആരും പോകണില്ല. ശരിക്കും നമുക്ക് താവളത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ചുറ്റി വളഞ്ഞ് അങ്ങനെ പോകണം കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ താവളത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് താവളം സിറ്റിയാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഫുഡ് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഒരു തവണ കഴിച്ചിട്ടുണ്ടായിരുന്നു. കുഴിമന്തിയും കാര്യങ്ങളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ചെറുതായിട്ടൊന്നും പണി പാളി, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ഇവിടെ പുതിയൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ, പത്തായം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ ഒരു വട്ടം കഴിച്ചിട്ട് ഇഷ്ടപ്പെടാനായിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ പ്രാവശ്യം ഇവിടുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം ഇവിടെ നമ്മൾ ഓൾറെഡി കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു ധൈര്യത്തിൽ ഇവിടേക്ക് പോകുന്നതാണ് കേട്ടോ. നമ്മുടെ ഹോട്ടൽ തലശ്ശേരിയാണ് കേട്ടോ. താവളത്ത് ഏറ്റവും അത്യാവശ്യം എല്ലാവർക്കും അറിയുന്ന ഒരു ഹോട്ടലാണ്. അങ്ങനെ ഇതാ നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. നമ്മൾ അൽഫാമും അതുപോലെ തന്നെ മന്തിയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. നമ്മൾ ഇതേപോലെ പുറത്ത് പോകുന്ന സമയത്തൊന്നും ഇപ്പാക്ക് കൂടെ വരാനൊന്നും താല്പര്യം ഉണ്ടാവില്ല കേട്ടോ. കാരണം ഇവർ പഴയ ചിന്താഗതിയുള്ള ആൾക്കാരാണ്. പുറത്ത് പോയി ഫുഡ് കഴിച്ചാൽ എന്ത് പറ്റും, അല്ലെങ്കിൽ ഇതാണ് അങ്ങനത്തെ ഒരു മൈൻഡുള്ള ആൾക്കാരാണല്ലോ. പക്ഷെ നമ്മളെന്ന് പറയുമ്പോൾ അങ്ങനെയല്ലല്ലോ, നമ്മൾ ഒന്നരാടം പുറത്ത് പോയി ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ കുപ്പാനെ കുറേ നിർബന്ധിച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ ഫുഡും കാര്യങ്ങളൊക്കെ വന്നു. പക്ഷെ എന്തോ കഴിച്ചിട്ട് വയറൊക്കെ എന്തോ ഒരു പ്രശ്നമുള്ള പോലെ ഉണ്ടായിരുന്നു കേട്ടോ. പൈസിക്കുട്ടി അവിടെ നിന്ന് തന്നെ കുറേ ഛർദ്ദിച്ചു. പൈസിക്കുട്ടിക്ക് പിന്നെ ഫുഡ് ആവശ്യത്തിൽ കൂടുതൽ വയറിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ ഛർദ്ദിക്കും കേട്ടോ. ഇത് മാത്രമല്ല, എന്ത് ഫുഡാണെന്നുണ്ടെങ്കിലും കുറച്ചധികം കഴിച്ചു കഴിഞ്ഞാൽ അവനത് ഛർദ്ദിക്കും. എന്നാലും അവനൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണെന്നറിയില്ല. പിന്നെ എനിക്കാണെന്നുണ്ടെങ്കിൽ വയറ് എന്താ ഓവറായിട്ടാണോന്നും അറിയില്ല, എന്തോ വയറിന് ആകെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും കുഴപ്പമില്ല, അങ്ങനെ ടേസ്റ്റായിട്ട് കഴിച്ചു. പിന്നെ എപ്പോഴൊന്നും ഇല്ലല്ലോ, ഇപ്പം കുട്ടിയുടെ ഇതേപോലെ എപ്പോഴെങ്കിലൊക്കെ അല്ലേ വരുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി ക്രിസ്മസ് ലീവൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോഴൊക്കെ നമ്മൾ നിൽക്കാനൊക്കെ വരുള്ളൂ. കാരണം സ്കൂൾ മദർസൊക്കെ അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം ഒരു ദിവസം ഹാപ്പി ആക്കാമെന്ന് വിചാരിച്ചു. ഇനി പുറത്ത് പോയി ഫുഡ് കഴിക്കുന്നത് അത്ര നല്ല കാര്യമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് കഴിക്കുന്നത് തന്നെയാണ് നമ്മൾ ആരോഗ്യത്തിന് നല്ലത്. പക്ഷേ എപ്പോഴെങ്കിലൊക്കെ നമുക്ക് ഓർത്തിരിക്കുന്ന സമയത്തൊക്കെ ഇത് നല്ലൊരു ഫീലിങ്സ് ആയിട്ട് നമുക്ക് മനസ്സിലെന്നും ഉണ്ടാവും. പിന്നെ ഈ ഒരു വീഡിയോ നമുക്ക് കുറേ കാലം കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോഴും നമുക്കൊരു സന്തോഷം ഉണ്ടാവുമല്ലോ, അതിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. പൈസക്കൊരു സോഡയൊക്കെ വാങ്ങി നമ്മൾ കുടിച്ചതാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വീട്ടിൽ പോയിട്ട് വേഗം ചടപടയിൽ നിന്ന് കിടന്നുറങ്ങിയാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഓണം ആഘോഷങ്ങളൊക്കെ എവിടെ എത്തിയെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. നാളെയാണ് തിരുവോണം. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് തിരുവോണ ദിനാശംസകൾ നേരാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ തെങ്കര പോയിട്ടായിരിക്കും വീഡിയോസൊക്കെ ഇനി വരിക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ഇൻഷാ അല്ലാഹ്. ടാറ്റാ ബൈ, സീ യു.